പ്രാണശക്തി എന്ന അർത്ഥം വരുന്ന ജപ്പാൻ വാക്കാണ്. ഇതൊരു എനർജി ഹീലിംഗ് മെത്തേഡാണ്. നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൂപ്പർ സാധനാ പദ്ധതിയായിട്ടാണ്. ഇതിൻ്റെ ഒരു കർമ്മ പ്രാരാബ്ദം റേക്കി മാസ്റ്ററെ ബാധിക്കുമോ? ഞാനാണിത് മാറ്റിയതെന്ന് ഒരു റേക്കിക്കാരനും അവകാശപ്പെടേണ്ടതില്ല. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് മാത്രമല്ല, ദീക്ഷ പോലും ഇതുപോലെ ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സങ്കല്പത്തിന് ആ സ്ഥലത്ത് എത്താൻ പറ്റുമെങ്കിൽ അവിടെ റേക്കിക്ക് എത്താൻ പറ്റും. ഇതൊരു എനർജി മാനേജ്മെൻറ്റ് മെത്തേഡാണ്. പഠിക്കാൻ വരുന്ന ആളുടെ യോഗ്യത എന്തായിരിക്കും? ബൗദ്ധ സമ്പ്രദായങ്ങളിലോ ആയുർവേദത്തിൻ്റെ തിയറിയിലോ പറയുന്ന പഞ്ചശീലങ്ങൾ പാലിക്കുന്നവരാണ് റേക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത്. പുസ്തകം നോക്കി പഠിക്കാവുന്ന ഒന്നല്ല, ഗുരുത്വം വേണ്ട ഒന്നാണ്. ഗുരുവിന് താന്ത്രികമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മേലെയും ചെയ്യാനുണ്ട്. ഇത് പരാശക്തി ഉപാസനയാണ്, അതിശക്തമായിട്ടുള്ള ദീക്ഷയാണിത്. ഗുരു ശിഷ്യനെ തത്തുല്യനായിട്ട് കണ്ടിട്ടാണ് ദീക്ഷാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വിടുന്നത്. ഈശ്വരനും വിദ്യയും ഒന്ന് തന്നെയാണ്. ഈശ്വരൻ ആരോടും കോപമില്ല, ഈശ്വരൻ ആരെയും ശപിക്കുകയുമില്ല. നമസ്കാരം. ഇന്ന് ആഗമയുടെ പ്ലാറ്റ്ഫോമിൽ ഭാരതീയ തന്ത്രശാസ്ത്ര വിദഗ്ധനായ ഒരാൾ ഒരു റേക്കി ഗ്രാൻഡ് മാസ്റ്ററോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. തന്ത്രി ശ്രീ VR രാജേഷ് ശർമ്മ ഇന്ന് റേക്കി ഗ്രാൻഡ് മാസ്റ്ററായ NG മുരളിയോട് സംസാരിക്കുന്നു. അതിലേക്ക് കടക്കാം. നമസ്തേ. എന്താണ് റേക്കി? റേക്കി എന്ന് പറഞ്ഞാൽ പ്രാണശക്തി എന്ന അർത്ഥം വരുന്ന ജപ്പാൻ വാക്കാണ്. പ്രാപഞ്ചിക ജീവശക്തി എന്നോ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നോ ഒക്കെ പറയുന്നത്. അത് നമുക്ക് വ്യാവഹാരിക അർത്ഥത്തിൽ റേക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചികിത്സാ പദ്ധതിയായിട്ട് പറയേണ്ടി വരും. റേക്കി ഒറ്റയടിക്ക് ആദ്യം കേൾക്കുന്ന ആൾക്ക് അറിയേണ്ടത് ഇതൊരു എനർജി ഹീലിംഗ് മെത്തേഡാണ്. നമുക്ക് മരുന്നില്ലാതെ കേവലം നമ്മുടെ കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളുടെ എനർജി ലെവലിനെ മാറ്റിമറിച്ച് അവരുടെ രോഗത്തെയോ ദുഃഖത്തെയോ അവരുടെ പ്രശ്നങ്ങളെയോ അവരുടെ എനർജി ലെവലിനെ ആകെ മാറ്റിക്കൊണ്ട് അവരെ മൊത്തത്തിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതി. പക്ഷേ അത് മാത്രമല്ല, നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൂപ്പർ സാധനാ പദ്ധതിയായിട്ടാണ്. ശരി, റേക്കി പഠിക്കുകയാണോ അതോ റേക്കി ഏതെങ്കിലും തരത്തിൽ സിദ്ധിയാവുകയാണോ? എന്താ റേക്കിയുടെ ഒരു? റേക്കി ഉറപ്പായിട്ടും ഒരു പാരമ്പര്യ ദീക്ഷ വഴി പകർന്നു പോകാവുന്ന ഒരു പദ്ധതിയാണ്. ഒരു ഗുരു വേണം, റേക്കി മാസ്റ്റർ. ആ മാസ്റ്ററിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ അറ്റ്യൂൺമെൻറ്റ് സ്വീകരിച്ച് വന്ന ആൾക്ക് മാത്രമാണ് റേക്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പുസ്തകം നോക്കി പഠിക്കാവുന്ന ഒന്നല്ല, ഗുരുത്വം വേണ്ട ഒന്നാണ്. ഗുരുവിന് താന്ത്രികമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മേലെയും ചെയ്യാനുണ്ട്. ആ പ്രോസസ്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് കഴിഞ്ഞ് വെളിയിൽ വരുന്ന ആൾ എംപവേർഡ് ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. എന്തായിരിക്കണം ഈ പഠിക്കാൻ വരുന്ന ആളുടെ യോഗ്യത എന്തായിരിക്കും? ആർക്കും, എല്ലാവർക്കും റേക്കി പഠിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡ്. അത് മുഴുവൻ പേരും പഠിച്ചിരുന്നാൽ, ഒരു വീട്ടിൽ ഒരാൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിൽ അയാൾക്ക് പറ്റും. അതുകൊണ്ടൊരു കുടുംബത്തിലൊരു റേക്കിക്കാരൻ എന്ന പ്രചാരണം പണ്ട് മുതലേ, ഞങ്ങളൊക്കെ 2000 പഠിക്കുമ്പോൾ മുതലേ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനാണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിൽ റേക്കി മാസ്റ്റർ ടെക്സ്റ്റ് എന്നുള്ള പേരിൽ 2004 പബ്ലിഷ് ചെയ്ത പുസ്തകം കേരളത്തിൽ ധാരാളം ആളുകൾക്ക് പരിചിതമുള്ള പുസ്തകമാണ്. എല്ലാവർക്കും ഒരുപോലെ വലിക്കുമോ എന്ന് വെച്ചാൽ പഠിച്ച എല്ലാവരും 10 പേര് പഠിച്ചാൽ 10 പേരും പ്രയോഗിച്ചാൽ ഒരുപോലെ വലിക്കും? അങ്ങനെ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും അതിനെ അവരവരുടെ ജീവിതത്തിൻ്റെ, ആ പുസ്തകത്തിൻ്റെ പ്രിഫേസിൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ്, ഒരാൾ ഈ റേക്കിയെ സമീപിക്കുന്നത് അത് അദ്ദേഹത്തിന് വശമാവണതും അദ്ദേഹത്തിൽ അതിൽ സിദ്ധിയാവണതിനും മൂല കാരണമായിട്ട് വരാൻ സാധ്യതയുള്ളത് അയാളുടെ ജീവിതത്തിലെ ആദ്യം മുതൽ തന്നെ എത്ര ജന്മങ്ങളിലൂടെ കടന്നു വന്നോ അതിൽ നിന്ന് കാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ജ്ഞാനവും അവരുടെ മറ്റു കർമ്മഫലങ്ങളും ഒക്കെ വച്ചിട്ട് ഇപ്പോൾ കിട്ടിയ ഈ പദ്ധതി അയാൾക്ക് ഒരു പ്രത്യേക രീതിയിലായിരിക്കും വഴങ്ങുക. അതുകൊണ്ട് തന്നെ ഇതിനൊരു കോമൺ സംഗതി പറയാൻ നിവൃത്തിയില്ല. അനേകം റേക്കി മാസ്റ്റർമാരെ കണ്ടാലും അവരൊക്കെ റേക്കിയെ നിർദ്ധാരണം ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത് വേറെ വേറെ തരത്തിലായിരിക്കും. ശരി, ഇപ്പോൾ ഈ റേക്കി ഉപയോഗിച്ച് നമ്മൾ ചികിത്സ ചെയ്യുന്നു. റേക്കി മാസ്റ്റർ ഒരാളെ ചികിത്സിക്കുന്നു. അപ്പോൾ അയാൾക്ക് അനിവാര്യമായ കുറേ ദുരിതങ്ങളൊക്കെയാണ് ഈ ചികിത്സ കൊണ്ട് നമ്മൾ മറികടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു കർമ്മ പ്രാരാബ്ദം റേക്കി മാസ്റ്ററെ ബാധിക്കുമോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ റേക്കി പ്രപഞ്ചബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള റേക്കി ഒരാളിലേക്ക് പ്രയോഗിക്കുന്ന സമയത്ത് അയാൾക്ക് എത്ര കണ്ട് അത് ഫലിക്കണം എന്നും അത് ഫലിക്കാമോ എന്നും
എല്ലാം സ്വയം തീരുമാനിച്ചിട്ട് റേക്കി തന്നെയാണ് പ്രയത്നിക്കുന്നത്. നമ്മൾ മാറ്റുന്നു എന്ന ക്ലെയിമില്ല. റേക്കിയും സാഹചര്യങ്ങളും അയാളുടെ യോഗവും എല്ലാം ഒത്തുവരുമ്പോൾ അയാൾക്കതിൽ ഫലിക്കുന്നു, അയാൾക്കത് മാറുന്നു. അതിൽ ഒരിക്കലും നമുക്ക് ക്ലെയിമില്ല ഞാനാണിത് മാറ്റിയതെന്ന് ഒരു റേക്കിക്കാരനും അവകാശപ്പെടേണ്ടതില്ല. കാരണം അത് സ്വയം ബോധമുള്ള ശക്തി അയാളിലേക്ക് പ്രയത്നിച്ച് അത് മാറുന്നു, തീർന്നില്ല. നമ്മൾ ആരെയും ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന പോലെ കുത്തി കടത്തി വിടുന്നതല്ല ഇതിൽ. രോഗിക്ക് ആവശ്യമുണ്ടെങ്കിൽ, രോഗിക്ക് അതിനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ രോഗി റേക്കിയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ റേക്കി സ്വീകരിച്ച് അയാൾക്ക് സ്വയം പരിവർത്തനം സംഭവിച്ച് ഹീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഇതൊരു പ്രകാശമാണ്. റേക്കി എന്ന് പറയുന്നത് ഒരു പ്രകാശമാണെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു രോഗത്തിൻ്റെ ദുരിതത്തിൻ്റെ അയാളുടെ അസുഖത്തിൻ്റെ ബ്ലാക്കിനെ, ഇരുട്ടിനെ അത് പ്രകാശമായിട്ട് കൺവേർട്ട് ചെയ്ത് കളയുകയുള്ളൂ. ശിഷ്ടം ഇല്ലാത്തത് കൊണ്ട് പ്രാരാബ്ദം വരേണ്ട കാര്യമില്ല. മറ്റു വിദ്യകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, മറ്റു തരത്തിലുള്ള ജ്യോതിഷമോ മന്ത്രവാദമോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, അവർ ഈ റേക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്നല്ല, അവർക്കൊക്കെയും ഇത് അതിനോട് ഒത്തു പോകുന്നതാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പരിചയമുണ്ട്. പാരമ്പര്യമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവർ റേക്കി പഠിച്ച് റേക്കിയിൽ പ്രാവീണ്യം നേടി അതിനുശേഷം അവർക്ക് മനസ്സിലായി അവർ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ജോലിയിൽ അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയെന്നും കൂടുതൽ സിദ്ധികളുണ്ടായെന്നും മനസ്സിലായ അനുഭവമുണ്ട്. അതുപോലെ പൂജ പഠിച്ചിട്ടുള്ള ആളുകൾ, പൂജാരിമാരായിട്ടുള്ളവർ, തന്ത്രിമാരായിട്ടുള്ളവർ, അതുപോലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ റേക്കി പഠിച്ചവരുണ്ട്. അവരവരുടെ ജീവിതത്തിൽ അവരവരെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ അവർക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമായിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഇത് പഠിച്ചവരുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവർ തന്നെ, അവർ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്ക് റേക്കി ശീലിച്ചത് കാരണമായിട്ടുണ്ടെന്ന്. എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും റേക്കി ചെയ്തതിന് ശേഷം മാത്രമേ കോടതി പോവുള്ളൂ എന്ന് ഒരു നിത്യകർമാനുഷ്ഠാനമായിട്ട് റേക്കി പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുപോലെ ഡോക്ടർമാർക്ക് പലരിൽ നിന്നുമുള്ള അറിവാണ്. അവരവരുടെ സർജറിയൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്തോ മറ്റൊക്കെ ആദ്യം തന്നെ രോഗികൾക്ക് വേണ്ടി റേക്കി ചെയ്തതിന് ശേഷം റേക്കി ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇത് വരും കാലത്തിലേക്കും ഭാവി കാലത്തിലേക്കൊക്കെ പോകുന്നതാണ്. ഭാവി ഭൂതോ ഒന്നുമില്ല അതിന്. അവർക്ക് നേരത്തെ പ്രോഗ്രാം ചെയ്ത് റേക്കി ഹീൽ ചെയ്ത് നിർത്തിയിട്ട് സർജറിക്ക് പോയി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന അനുഭവങ്ങളുണ്ട്. ഏത് പ്രൊഫഷനിലുള്ള ആളിനും, അത് പാരമ്പര്യമായിട്ടുള്ളതായാലും നമ്മുടെ നൂതന ടെക്നോളജികൾ ഉപയോഗിക്കുന്നവരായാലും അവർക്ക് റേക്കി പരിശീലിക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. ഇതൊരു വ്യക്തിത്വ വികാസ പദ്ധതി കൂടിയായിട്ട് മനസ്സിലാക്കാം. ഈ രോഗി അല്ലെങ്കിൽ ചികിത്സ വേണ്ട ആൾ ഈ ചികിത്സിക്കുന്ന ആളുടെ അടുത്ത് വേണമെന്ന് നിർബന്ധമുണ്ടോ? നോർമലായിട്ട് നമുക്ക് ഇതൊരു സ്പർശ ചികിത്സയാണെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ സ്പർശ ചികിത്സ മാത്രമല്ല, വിദൂര ചികിത്സയും സാധ്യമാവുന്ന ഒരു പദ്ധതിയാണ് റേക്കി. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തുള്ള ആളിലേക്കും നമുക്ക് സങ്കല്പപൂർവ്വം എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന ആളിന് റേക്കി ചെയ്യണമെന്ന് നമ്മൾ സ്മരിക്കുന്ന മാത്രമേ തന്നെ അയാളുമായിട്ട് നമുക്കുണ്ടാകുന്ന മാനസികമായിട്ട് നമ്മൾ പെട്ടെന്ന് അയാളെ അറിയുകയും കാണുകയും നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉള്ള പദ്ധതിയാണ് റേക്കി. ഈവൻ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് മാത്രമല്ല, ദീക്ഷ പോലും ഇതുപോലെ ഡിസ്റ്റൻ്റായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ റേക്കി നമ്മളെല്ലാ വിദ്യകൾക്കും സാധാരണ ഒരു പ്രാക്ടീസും പിന്നീടാണല്ലോ സിദ്ധി ഉണ്ടാവേണ്ടത്. അപ്പോൾ റേക്കിയുടെ കാര്യത്തിൽ എങ്ങനെയാണത്? ഏറ്റവും യൂണീക്കായിട്ടുള്ള ഒരു സാധനാ പദ്ധതിയാണ് റേക്കി. ഞാൻ മുമ്പ് പറഞ്ഞു, സാധനാ പദ്ധതിയാണ് റേക്കി. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ലോൺ എടുക്കുന്നത് പോലെയാണ്. ലോണിൽ നമുക്ക് ആദ്യം പൈസ കിട്ടുകയും നമ്മൾ പിന്നീട് വർഷങ്ങൾ കൊണ്ട് അത് അടച്ചു തീർക്കുകയും ചെയ്യാം. സാധന ചെയ്യാതെ തന്നെ ദീക്ഷ കിട്ടുന്ന വഴിയെ സിദ്ധി കിട്ടുന്ന ആകെ ഒന്നാണോ എന്ന് എനിക്കറിയില്ല പറയാൻ, കാരണം ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഇതിലങ്ങനെയാണ്. ആദ്യമേ ദീക്ഷ കിട്ടി പുറത്തു വരുന്നയാൾ സിദ്ധനാണ്. റേക്കി ഫ്ലോ അയാളുടെ കയ്യിലൂടെ ഉണ്ടായി കഴിഞ്ഞു. ആൾക്ക് റേക്കി ഹീൽ ചെയ്യാനായിട്ട് ഇനിയൊരു തടസ്സമില്ല. ആ ദിവസം മുതൽ തന്നെ ആൾക്ക് വേറെ ആളുകളെ ചികിത്സിക്കാൻ പറ്റും, സ്വയം സാധന ചെയ്യാൻ പറ്റും, സ്വയം രോഗം മാറ്റാനുള്ള നടപടി ആരംഭിക്കാൻ പറ്റും. അതിനുശേഷം അതിൽ നിന്ന് ത്രില്ലടിച്ചിട്ടാണ് ആളുകൾ ഇതിൻ്റെ സാധകനായി മാറണം എന്നുള്ളതാണ് അനുഭവം. ഈ റേക്കി ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ കടന്നു പോകും? റേക്കിയെ ചേർക്കുന്ന എന്തെങ്കിലും മാധ്യമങ്ങളുണ്ടോ? എന്തെങ്കിലും ഒരു വസ്തുവിന് നമ്മളിപ്പോൾ കോൺക്രീറ്റിൻ്റെ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അപ്പുറത്തേക്കോ അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും സംവിധാനമുണ്ടോ? വിദൂര സാധ്യതയിൽ വിദൂര ചികിത്സ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പം കൊണ്ടാണ്. നമുക്ക് ആ സങ്കല്പത്തിന് എത്താൻ പറ്റുമെങ്കിൽ
നമ്മുടെ സങ്കല്പത്തിന് ആ സ്ഥലത്ത് എത്താൻ പറ്റുമെങ്കിൽ അവിടെ റേക്കിക്ക് എത്താൻ പറ്റും. ചോദിച്ചത് നന്നായി. നമുക്ക് ഭാവി കാലത്തിലേക്ക് റേക്കി പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. കാരണം ഇനി വരാനിരിക്കുന്ന ഒരു കാലത്തിൽ എന്തോ ഒരു സാധനം ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്ക് എനർജിയെ സംഭരിക്കാം. ഇതൊരു എനർജി മാനേജ്മെൻറ്റ് മെത്തേഡാണ്. ഈ എനർജി മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് പ്രകൃതിയിലെയോ നമ്മളുടെ ജീവിതത്തിലെയോ മറ്റേതെങ്കിലും സംഭവങ്ങളിലെയോ ആ സംഭവിക്കാൻ പോകുന്നതിനെ നമുക്ക് കുറച്ചും കൂടി എംപവർ ചെയ്ത് അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി സാധിക്കും. സങ്കല്പത്തിൽ അങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, ഈസി ആയിട്ട് പരീക്ഷ എഴുതി, അത് സിമ്പിളായിട്ട് നല്ല മാർക്ക് മേടിച്ച് പാസ്സാവണം. അതുകൊണ്ട് അതിനെ അന്നേക്ക് വേണ്ടി ഇന്ന് മുതലേ എനിക്ക് എംപവർ ചെയ്ത് തുടങ്ങാം. കുട്ടി പരീക്ഷ എഴുതുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗ്യം, ഒരു പവർ അന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഇന്ന് മുതലേ നമുക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ പറ്റും. അതുപോലെ തന്നെ അതൊരു സാധാരണ കാര്യമാണ് ഇപ്പോൾ പറയണതെങ്കിൽ ഇത് എനിക്ക് ഇനി പറയാൻ പറ്റും. ഭൂതകാലത്തിലുണ്ടായ ഒരു ട്രോമ ഉണ്ട് എനിക്ക് ഒരാളിനോട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഏതോ ഒരു കാലത്ത് ഞാനോ അല്ലെങ്കിൽ ആരോ ഒരു രോഗി എന്തോ ഒന്ന് കണ്ട് ഭയന്നു. അന്നുണ്ടായ ട്രോമ അയാളെ പിന്തുടരുന്നു, അയാൾക്ക് എനർജി ഇംബാലൻസ് വരുത്തിയിരിക്കുന്നു, അയാൾ അതിനെ തുടർന്ന് രോഗിയായി മാറിയിരിക്കുന്നു. നമുക്ക് അയാളെ ഇപ്പോൾ ചികിത്സിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ ഒക്കൾട്ട് സയൻസ് കേട്ടിട്ടുള്ളവർ അവരുടെ കഴിഞ്ഞ ജന്മത്തിലേക്ക് പോകുന്നതിനെ പറ്റിയൊക്കെ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടികളെ പറ്റി. ഈ പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ നിമിഷം മുതൽ മുകളിലേക്ക് അങ്ങറ്റം വരെയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഈ ജീവിതത്തിലുണ്ടായ പാസ്റ്റിലുണ്ടായ ആ സംഗതിയെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും റേക്കിക്ക് സാധിക്കും. ആ നിമിഷത്തിനെ, അന്നത്തെ നിമിഷത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്ത് അവിടെ എംപവർ ചെയ്ത് അയാളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും പോകാൻ പറ്റുന്ന ഒന്നാണ്, പോസിബിൾ ആയിട്ടുള്ളതാണ്. ഒരു പ്രതിബന്ധവും പിന്നെ അതിനില്ല. ഇങ്ങനെ ഒരു വിദ്യ കൈകാര്യം ചെയ്യുന്ന ആളുകളില്ലേ, അവർ റേക്കി ചികിത്സകർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെന്തൊക്കെ തരത്തിലുള്ള ജീവിത രീതി പാലിക്കണം? റേക്കിയിൽ സാധാരണ നിലയ്ക്ക് അധികം ആരും പരാമർശിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് നമുക്ക് എത്തേണ്ടത്. ബൗദ്ധ സമ്പ്രദായങ്ങളിലോ ആയുർവേദത്തിൻ്റെ തിയറിയിലോ പറയുന്ന പഞ്ചശീലങ്ങൾ പാലിക്കുന്നവരാണ് റേക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് കോപിക്കാതിരിക്കുക, വ്യാകുലപ്പെടാതിരിക്കുക, സത്യസന്ധത പാലിക്കുക, നിരുപാധികമായ പ്രേമം നിലനിർത്താൻ പറ്റുക, എന്തു തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും സംഭവിച്ചാലും അവയെ ഒരേ മനസ്സോടുകൂടി നന്ദിപൂർവ്വം തന്നിലേക്ക് തന്നെ സ്വീകരിക്കാൻ സന്നദ്ധത ഉണ്ടാവുക. ഈ പഞ്ചശീലങ്ങൾ പാലിക്കാൻ തയ്യാറുള്ളവരോ ആ ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ ഞാൻ ഒരുക്കമാണെന്ന് കരുതുന്നവരോ മാത്രമാണ് റേക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് അതിൻ്റെ മുന്നോട്ടുള്ള ഗതിയും ഉണ്ടാകുന്നത്. അഥവാ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലെവൽ അറ്റൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും, വേണമെന്ന് കരുതിയാൽ. അതായത് കുറച്ച് കാലം കഴിയുമ്പം റേക്കി പ്രാക്ടീസ് ചെയ്യുന്നവർ പതിയെ പതിയെ ഈ പഞ്ചശീലങ്ങളിലേക്ക് ചെന്നുപെടും. അത് ആയുർവേദത്തിലെ തിയറി ഉണ്ട്. ഈ പഞ്ചശീലങ്ങളെ പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ളവർ, അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പിന്നീട് യാതൊരു രസായനവും ഉണ്ടാക്കി കഴിക്കേണ്ടി വരില്ല. അവർക്ക് ജീവിതത്തിന് പുഷ്ടി ഉണ്ടാവാൻ വേണ്ടി വേറെ ആരോടും ഒന്നിനോടും ഉപാധികളെ സ്വീകരിക്കേണ്ടി വരില്ല. കേവലം ഈ സ്വഭാവം കൊണ്ട് മാത്രം അവർക്ക് പൗഷ്ടികമായിട്ടുള്ള ഒരു ഇത് പൗഷ്ടികമാണെന്നും ഇതിൽ നിന്ന് അവർക്ക് പുഷ്ടി ഉണ്ടാവുമെന്നും ആയുർവേദം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാസ്തികനായിട്ടുള്ള ഒരാൾക്ക് റേക്കി പ്രാക്ടീസ് ചെയ്യാമോ? ഇതിൽ ആസ്തികൻ്റെയും നാസ്തികൻ്റെയും ഒന്നും വിഷയം വരുന്നില്ല. അത് എനർജി ഹീലിംഗ് ആണ്. അവരാകെ സമ്മതിച്ചു തരേണ്ടത് നമ്മുടെ കൂടെ ഇത് കൊള്ളാം, എനിക്ക് വേണം, ചികിത്സയ്ക്ക് ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ തയ്യാറാണ് എന്നൊരു വില്ലിങ്നെസ് മാത്രമാണ്. അങ്ങനെ വരുന്ന രോഗിയായാലും ശരി, സാധകനായാലും ശരി, പഠിക്കാൻ വരുന്ന ആളായാലും ശരി, അവർക്ക് ഇതിൽ ഈശ്വര വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ പലരും പലതരത്തിലാണല്ലോ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കി നമ്മളിതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, സാധകന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത് പരാശക്തി ഉപാസനയാണ്. അതിന് നമുക്ക് പറഞ്ഞ് തെളിയിച്ച് അതിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള വേറെ ഉണ്ട്. അത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തു കൊടുക്കും. റേക്കി നമ്മൾ സാധാരണ വിദ്യകൾ ഇപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്യ നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോകാറുണ്ട്. റേക്കി ഇപ്പോൾ ഈ ജന്മത്തിൽ റേക്കി ദീക്ഷിതനായിട്ടുള്ള ഒരാൾ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് ആ സിദ്ധിയാക്കാൻ തന്നെ ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ മനുഷ്യരും ഇപ്പോൾ ഈ നിൽക്കുന്ന ലെവലിൽ നമ്മൾ വലിയ അവയർനെസ് ഉള്ളവരോ കുറഞ്ഞ അവയർനെസ് ഉള്ളവരോ കൂടിയതോ മീഡിയമോ ഒക്കെ ആയി നിൽക്കുന്നതിൻ്റെ കാരണം അവരവർ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു വച്ചിട്ടുള്ള
കർമ്മത്തിൽ നിന്ന് അന്ന് നമ്മൾ അറ്റൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സിദ്ധികളിൽ നിന്നോ അറിവുകളിൽ നിന്നോ ഊർജം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ജന്മം നമ്മൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതും കാരി ഫോർവേഡ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ജന്മത്തിൽ ഇയാൾക്ക് ഈ സിദ്ധി ഉണ്ടാവുമോ? ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയില്ല. ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ അയാൾ മനുഷ്യനാണോ എന്ന് നമുക്കറിയില്ല. അല്ല, ഒരു വിദ്യ, ഇങ്ങനെ ഒരു വിദ്യ, ബ്രഹ്മവിദ്യ ഉള്ളപ്പം അയാൾക്ക് ഒരു താഴേക്ക് പോയി ജനിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് മോക്ഷവിദ്യ തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. പരാശക്തിയും പരാവിദ്യയും ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. പക്ഷേ അത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല. ഈ ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച തെളിവ് പറയണ്ടേ? നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രമാണം എവിടെയും കണ്ടില്ല. കാരണം ഇത് നമ്മുടെ ശാസ്ത്രങ്ങളിലൊന്നും റേക്കി വിദ്യ എന്നുള്ള പേരിൽ വന്നിട്ടില്ലല്ലോ. പ്രാണവിദ്യകൾ അനേകം തന്നെയുണ്ട്. പ്രാണനെ പറ്റി മനസ്സിലാക്കുന്നതോടുകൂടി യാതൊന്നും അറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായിത്തീരും എന്ന അദ്വൈത വേദാന്തത്തിൻ്റെ സ്ഥലത്താണ് നമ്മൾ എത്താൻ പോണത്. പ്രാണനെയാണ് ഉപനിഷത്ത് പോലും പ്രാർത്ഥിക്കുന്നത്. പ്രാണനെയാണ് എല്ലാമായി കണ്ട് ഉപനിഷത്ത് പോലും മുന്തിയ സ്ഥാനം കൊടുത്തു വച്ചിരിക്കുന്നത്. പ്രാണസ്യേതം വശേ സർവം തൃദിവേ യത് പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞിട്ടുള്ള ഉപനിഷത്ത് മന്ത്രങ്ങളുണ്ട് പ്രാണനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളത്. പ്രാണനാണ് സർവസ്വവും എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. പ്രാണൻ എപ്പോഴാണോ ഇല്ലാതായി പോകുന്നത്, അതിൽ ഓരോ പഞ്ചപ്രാണന്മാരെ പറ്റിയും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രാണൻ പോലും പോയാൽ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ തുടങ്ങിയാൽ ബാക്കി പ്രാണനുകൾക്ക് ഒന്നും നിലനിൽപ്പില്ലാണ്ട് വരികയും എല്ലാവരും വിട്ട് പോകേണ്ടി വരും എന്നുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ പ്രാണനെക്കുറിച്ചുള്ള അറിവ് പരാവിദ്യയാണ് എങ്കിൽ ഇത് മോക്ഷവിദ്യയാണ്. സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകേണ്ടത് ആശുപത്രിയിൽ പോയി വലിയ തുകകൾ മുടക്കി ജീവിതവും നമ്മുടെ ധനവും ഒക്കെ അവിടെ ഹോമിക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ചില കാര്യങ്ങൾ അവരുടെ കൈവശം ഉണ്ടെങ്കിൽ പലതരം രോഗങ്ങളെ പറ്റിയിട്ടും അവർക്ക് ഒരു അവയർനെസ് ലെവൽ ഉണ്ടാവുകയും എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും ഭയന്ന് ആശുപത്രിയിലേക്ക് ഓടണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വീട്ടിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന അവസ്ഥയുണ്ടാവും. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊരു പൊള്ളലുണ്ടായാൽ ആ പൊള്ളലിനെ പരിഹരിക്കാൻ നമ്മുടെ കൈ മതി. ഭാര്യയ്ക്ക് പൊള്ളിയാൽ, കുട്ടികൾക്ക് പൊള്ളിയാൽ, അമ്മയ്ക്കോ അച്ഛനോ പൊള്ളിയാൽ റേക്കി പഠിച്ച ഒരാളുടെ കൈ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആ പൊള്ളലിനെ പരിഹരിക്കാൻ ഈ 2 കൈകൾ മതി. ഒരാൾക്കൊരു മുറിവുണ്ടായാൽ ആ മുറിവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ കൈകൾ മതി. ഉടൻ തന്നെ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ രക്തത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയും അതേസമയം അത് പതുക്കെ കൂടി പിടിക്കാൻ തുടങ്ങുകയും ചെയ്യും. എന്നിട്ടും ഗൗരവമുള്ള വലിയ മുറിവാണെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാൻ സമയം കിട്ടും. കൊണ്ടുപോകാം, സ്റ്റിച്ച് ചെയ്യാം, അതിൻ്റെ രീതിയിലാക്കാം. പക്ഷേ 2 ആഴ്ച എടുത്തിട്ട് ഉണങ്ങേണ്ട നീളത്തിലുള്ള മുറിവ് 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയ അനുഭവമുണ്ട്. റേക്കിയുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ്? എത്ര ദിവസം കൊണ്ട് എന്തൊക്കെ ക്ലാസ്സുകളാണ്? എങ്ങനെയാണ്? നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് എപ്പോഴാണോ തീരുന്നത് അതുവരെയാണ് അതിൻ്റെ ക്ലാസ്. ഇന്നത്തെ അവസ്ഥയിൽ ആരും നമുക്ക് 2-3 ദിവസത്തേക്കൊന്നും ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊന്നും നിന്ന് തരില്ല. അതുകൊണ്ട് നമ്മൾ ആ പാക്കേജിലുള്ള മുഴുവൻ കാര്യങ്ങളെയും എപ്പോഴാണോ നമുക്ക് എടുത്തു തീർക്കാൻ പറ്റുക, ചില ക്ലാസ്സുകൾ ഓൺലൈനിൽ കുറച്ച് വയ്ക്കും, ബാക്കി നേരിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നേരിട്ട് വന്നിട്ട് പഠിപ്പിക്കും. അതിനിടയിൽ പരമാവധി നേരിട്ടാണ് ദീക്ഷ കൊടുക്കാറ്. ഡിസ്റ്റൻ്റായിട്ട് ദീക്ഷ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു പദ്ധതിയാണിത്. വിദേശത്തുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ദീക്ഷ കൊടുത്ത് ഇവിടെ നിന്നുകൊണ്ട് ദീക്ഷ കൊടുക്കുകയും ഓൺലൈനിൽ ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. റേക്കി ഭാരതീയമായ വിദ്യയാണോ അതോ ഇതൊരു ടിബറ്റൻ വിദ്യ ആയിട്ടാണോ? എങ്ങനെയാണ് റേക്കി? നമുക്ക് റേക്കി ഇന്നത്തെ കാലത്ത് നമ്മൾ പരിചയപ്പെട്ട് മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ചരിത്രം പഠിക്കണം. അതിൽ ജപ്പാൻകാരനായിട്ടുള്ള ഡോക്ടർ മിഖാവോ സുയി എന്ന് പറയുന്ന ആൾ 2ാമത് കണ്ടുപിടിച്ച വിദ്യയാണ് റേക്കി. അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ അദ്ദേഹമാണ് അതിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ദീക്ഷാ സമ്പ്രദായമായിട്ട് ചിട്ടപ്പെടുത്തുകയും ഇന്ന പോലെ വേണം ചികിത്സിക്കാനെന്ന് ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. പക്ഷെ വിദ്യ പ്രാണനെ സംബന്ധിച്ചതാണ്. പ്രാണനെ സംബന്ധിച്ചുള്ള വിദ്യകൾ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു റേക്കി മാത്രമല്ല, അനേകം പ്രാണവിദ്യകൾ ഭാരതത്തിലോ പല രാജ്യങ്ങളിലായിട്ടോ നിലവിലുണ്ട്. അതിൽ ഒരു പ്രാണവിദ്യ, ഒരു പ്രത്യേക ടെക്നിക്ക് കൂടെ ഉള്ളത് നമ്മളിപ്പോൾ ഈ തിബറ്റൻ തന്ത്രത്തിൻ്റെ വഴിയിലൂടെ, ജപ്പാൻ ടെക്നിക്കിലൂടെ പഠിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇതിന് താന്ത്രിക ദീക്ഷാ സമ്പ്രദായത്തിനെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് നടപ്പിലുള്ള പലതരം ദീക്ഷാ സമ്പ്രദായങ്ങളുടെ സങ്കലനമാണ്. യൂണീക്കായിട്ടുള്ള ഏതെങ്കിലും കേവലം മന്ത്രദീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെവിയിലൂടെ മന്ത്രം ഓതി കൊടുക്കുന്ന മന്ത്രദീക്ഷാ പദ്ധതിയും ശക്തിപാതം ചെയ്യേണ്ട കുണ്ടലിന് ഉദ്ധാവനം നടത്തുന്ന
ദീക്ഷാ പദ്ധതിയും താടനം വഴി ചെയ്യേണ്ട ദീക്ഷാ പദ്ധതിയും യന്ത്രങ്ങളെയോ അല്ലെങ്കിൽ മന്ത്രത്തിനെയോ നസിച്ച് അഭിഷേകം ചെയ്ത് ചെയ്യേണ്ട ദീക്ഷാ പദ്ധതിയും എനിക്കും അറിയാത്ത പറഞ്ഞു തരാൻ പോലും പറ്റാത്ത പലതരം പദ്ധതികളുടെ ഒരു സങ്കലനമാണ് റേക്കിയുടെ ദീക്ഷാ പദ്ധതി. അതിശക്തമായിട്ടുള്ള ദീക്ഷയാണിത്. ആ ദീക്ഷ ഉള്ളത് കൊണ്ടാണ് അതിനെ ആ തരത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ ആ രീതിയിൽ അത് അറിഞ്ഞ് ചെയ്താൽ അത് ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് സിദ്ധിയോടുകൂടി ആൾ വെളിയിൽ വരണത്. എല്ലാ വിദ്യകളുടെയും പരമ്പരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ നിൽക്കുന്ന പരമ്പരയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഏത് ലീനിയേജിലാണ് അത് വരുന്നത്? എനിക്ക് കിട്ടിയത് സോമശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്, അദ്ദേഹത്തിന് കിട്ടിയത് മുഹമ്മദ് പുതുപ്പാടി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ്. അതിന് തൊട്ടുമുകളിൽ സംഗീത ഗുപ്ത അല്ലെങ്കിൽ ക്ലൗഡിയ ഹോച്ചുത്ത് എന്ന് പറയുന്ന രണ്ടുപേരുടെ അടുത്ത് നിന്നുണ്ട്. ക്ലൗഡിയ ഹോച്ചുത്തിന് തൊട്ടുമുകളിൽ ഫിലിസിലി ഫുർമുട്ടോ, അവരുടെ തൊട്ടുമുകളിൽ ഹവായ തക്കാട്ട, അതിൻ്റെ തൊട്ടുമുകളിൽ മിഖാവ് ഒസുയിയുടെ ഏറ്റവും ആദ്യത്തെ ശിഷ്യൻ. അപ്പോൾ മിഖാവ് ഒസുയി, ചുചീരോ ഹയാഷി, ഹവായ തക്കാട്ട, ഫിലിസിലി ഫുർമുട്ടോ, ക്ലൗഡിയ ഹോച്ചുത്ത്, മുഹമ്മദ് പുതുപ്പാടി, TR സോമശേഖരൻ, മുരളി, 8ാമത്തെ ലീനേജിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മന്ത്രദീക്ഷ എന്ന് പറയുന്നത് ദീക്ഷ എല്ലാം തന്നെയും പൊതുവെ പറയുന്നത് ആ പരമ്പര അതേ ശരിയായ ഒരു ലീനേജിൽ നിന്ന് എടുക്കുമ്പോഴാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് കലർപ്പില്ലാതെ വിദ്യ വരുമ്പോൾ ഇപ്പോൾ ഈ നാട്ടിലെല്ലാം അവൈലബിൾ ആണ് ഈ കരുണ റേക്കി, സായി റേക്കി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലുള്ള റേക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും ബേസിക് ഒന്ന് തന്നെയാണ്. അത് ചില മാസ്റ്റർമാർക്ക് കൂടുതൽ അതിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയും അവരുടെ പദ്ധതിയിൽ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിലെ പല കാരണങ്ങൾ കൊണ്ട് അവരിലേക്ക് വന്നു ചേരുന്ന ചില വിദ്യകളെയും കൂടി കൂട്ടിച്ചേർത്ത് അവർ ബേസിക്കായ റേക്കിയെ തന്നെ വേറൊരു രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രം കണക്കാക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം റേക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ചും കൂടി കടത്തിയുമുണ്ട് സ്വാതന്ത്ര്യം. ഈ ലിനേജ് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു വിദ്യയിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഗുരു ശിഷ്യനെ തത്തുല്യനായിട്ട് കണ്ടിട്ടാണ് ദീക്ഷാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വിടുന്നത്. എനിക്ക് സമനാണ് നീ എന്ന് കരുതിയാണ് അയാളെ വെളിയിൽ വിടുന്നത്. അതുകൊണ്ട് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു വലിയ ഒരു സാധാരണ നമ്മൾ തന്ത്രദീക്ഷകളിലൊക്കെ പറയണ പോലെ ശിഷ്യൻ ചെയ്ത മുഴുവൻ കുഴപ്പങ്ങൾക്കും ഗുരു വഹിക്കേണ്ടി വരും എന്ന് പറയുന്ന പദ്ധതിയൊന്നും ഇവിടെ നടപടിയിലില്ല, കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പൂർണ്ണനായി സങ്കല്പിച്ച് സമ്പൂർണ്ണ അധികാരത്തോടു കൂടി സ്വതന്ത്ര വ്യക്തിയാക്കിയാണ് പുറത്തേക്ക് വിടേണ്ടത്. ഒരു മാസ്റ്റർ ഒരാൾക്ക് ദീക്ഷ കൊടുക്കുമ്പോൾ ആ ദീക്ഷയിൽ ആ ദീക്ഷാഗ്രഹത്തിൽ ആരുടെയൊക്കെ ഒരു സാന്നിധ്യം അവിടെ ഇപ്പോൾ ഉണ്ടാവും ആ സമയത്ത്? നമുക്ക് അതൊരു രഹസ്യം വെക്കേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് ആ വിഷയത്തിൽ അധികം നമുക്ക് അധികാരമില്ല. എങ്കിൽ പോലും ധാരാളം മാസ്റ്റേഴ്സിൻ്റെ, അതുപോലെ തന്നെ ആ സമയത്ത് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി ദീക്ഷിതനാവാൻ വന്നിരിക്കുന്ന ആളിൻ്റെ ഗുണങ്ങൾ ആവശ്യപ്പെടുന്ന, ആ പ്രത്യേക സാഹചര്യം ആവശ്യപ്പെടുന്ന അനേകം മാസ്റ്റേഴ്സ്, ഗൈഡുകൾ, ദേവതമാർ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. അത് നമുക്ക് തൊഴുതു നിന്ന് നമുക്ക് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ സാധ്യമല്ല. തിരികെ എന്തെങ്കിലും തരത്തിലുള്ള ശാപങ്ങളോ താപങ്ങളോ ഈ വിദ്യയിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ? എന്ന് പറഞ്ഞാൽ വിദ്യയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചായിട്ട് കണ്ടിട്ടുണ്ടാകും? വിദ്യയല്ലേ, സ്വാഭാവികമായിട്ടും വ്യക്തിനിഷ്ഠമായിട്ട് പലതരം അപജയങ്ങൾ വ്യക്തികൾക്ക് സംഭവിക്കാം. അത് വിദ്യ ആയിരിക്കണം എന്നില്ല അവരെ ശപിക്കുക. അവനവൻ്റെ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം പാപചിന്ത ഉണ്ടാവുകയും ആ പാപം നമ്മളെ ഹരിക്കുകയും ചെയ്യാണ് ഉണ്ടാവുക. അല്ലാതെ വിദ്യ ഈശ്വരനെ പോലെ തന്നെയാണ്. ഈശ്വരനും വിദ്യയും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ആരോടും കോപമില്ല, ഈശ്വരൻ ആരെയും ശപിക്കുകയുമില്ല.